പ്രതിച്ഛായ കുഴപ്പമില്ല. എന്നാലൊരിക്കലും പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് ട്രെയിലറിൽ കാണുമ്പോൾ തോന്നുക. അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു സിനിമയുടെ ഔട്ട്കം എന്നുള്ളൊരു കൗതുകം നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. സിനിമ തുടങ്ങി നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ഉള്ള സംഭവിച്ചതും ജീവിച്ചിരുന്നമായ വ്യക്തികളെല്ലാം ഈ ഒരു റെഫറൻസ് അല്ലെങ്കിൽ എടുത്ത് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ തന്നെയാണ്. പക്ഷേ സിനിമ ആകുമ്പോഴത്തേക്കും അവർ അറിയാമല്ലോ, നമുക്ക് സാധാരണ സാങ്കല്പികമെന്നോ അല്ലെങ്കിൽ വേറെ പേര് മാറ്റിയൊക്കെയാണ് കാണിക്കുക. ഒരു പക്കാ കോൺഗ്രസ് രാഷ്ട്രീയ കുടുംബത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് വ്യക്തിപരമായിട്ട് നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രതിസന്ധികളും ഇതിൽ നിന്ന് ഒക്കെ കൂടെയാണ് ഇതൊരു സിനിമ ചർച്ച ചെയ്ത് പോകുന്നത് ഓവറോൾ. അതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഒരു അരമണിക്കൂർ 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പക്കാ ഒരു പക്ഷപാതം പിടിക്കുന്ന ഒരു സിനിമയായി അങ്ങനത്തെ രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ തോന്നൽ ഉളവാക്കിയെങ്കിലും പക്ഷേ പിന്നീട് അതിൽ മാറി ഒരു നരേറ്റീവ് എല്ലാം മാറി വേറൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പൊളിറ്റിക്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നീട് അതൊരു വേറൊരു വൈഡർ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു. നമ്മുടെ രാഷ്ട്രീയം, കോർപ്പറേറ്റ്, മീഡിയ, കോർപ്പറേറ്റിന് എങ്ങനെയാണ് എല്ലാവർക്കും ഉള്ള ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കാം, അതെങ്ങനെ നെഗറ്റീവ്ലി പോസിറ്റീവ്ലി നമ്മളെ ബാധിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സിനിമ പോകുന്നു. അപ്പം ആ ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇടയിലൂടെ ഒരു ടിപ്പിക്കൽ ഒരു പൊളിറ്റിക്കൽ ഒരു ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ഇനി തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യം, അവരുടെ അധികാരത്തിനുള്ള വടംവലി, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു സിനിമയ്ക്കകത്ത് പച്ചയായിട്ട് തന്നെ പറയുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും റഫറൻസ് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെങ്കിലും പക്ഷേ ഒരിക്കലും ആ ഒരു പക്ഷപാതം പിടിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഇന്ന ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു സിനിമ പോയിരിക്കുന്നത്. പിന്നെ സിംബലൈസ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ അങ്ങനത്തെ രീതിയിലുണ്ട്. പക്ഷേ അതൊക്കെ ഒരു സ്പോയിലർ എലിമെൻറ്റ്സ് ആയി പോകും. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിറങ്ങൾക്കുള്ള ഒരു സിംബലൈസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം കറുത്ത നിറത്തിനുള്ള ഒരു ഇത് കറുത്ത നിറം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രേമത്തിന് ശേഷം നമ്മുടെ നിവിൻ പോളിയെ കറുത്ത ഷർട്ടും മുണ്ടിലും കാണാൻ സാധിച്ചു. അപ്പോൾ അന്ന് ആഘോഷമാക്കിയ വ്യക്തികളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് അദ്ദേഹത്തിനെ വീണ്ടും ആ ഒരു ഗെറ്റപ്പിൽ കണ്ടപ്പോഴത്തേക്ക് നല്ല ഒരു സന്തോഷം തോന്നിയായിരുന്നു. ആ ഒരു നൊസ്റ്റാൾജിയ വൈബൊക്കെ അടിച്ചെങ്കിൽ ഇതൊരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. അപ്പോൾ കറുപ്പിനെ കുറിച്ച് പറയുമ്പോൾ കറുപ്പ് മാത്രമല്ല ചുവപ്പും നമുക്ക് വേണമെങ്കിൽ സിംബലൈസ് ചെയ്ത് പറയാം. അപ്പം അതും ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പം എന്താണ് ആ ഒരു ചുവപ്പ് എന്ന് നമുക്ക് പ്രേക്ഷകനാണ് അപ് ടു ഇതാണ്. അതിന് ഇതൊന്നും പച്ചയ്ക്ക് പറയാതെ പ്രേക്ഷകനിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ അത് പക്ഷപാതം ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് ലീനിങ്ങും അങ്ങനെയും അല്ല. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് ഓവറോൾ പറയാനുണ്ടായത്. കുറച്ചൊക്കെ ഒരു ഇതാണ്, കാരണം നമ്മളൊരു സിനിമയുടെ ഒരു ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ ഒരു മീൻസ് ഇൻ്റർവെല്ലിന് മുമ്പുള്ള പോകുന്ന ഒരു ട്രാക്കിലൂടെ അല്ല, പിന്നീട് അത് കംപ്ലീറ്റ് മാറുന്നുണ്ട്. എന്നാലും ഒരു തുടക്കത്തിലൊക്കെ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഒരു ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു കുറച്ചൊക്കെ ഒരു ട്വിസ്റ്റും അങ്ങനെ അതിഭീകര ട്വിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയല്ല, പക്ഷേ ഒരു നല്ല രീതിയിലൊരു മേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക്. പിന്നെ നമ്മുടെ വിജയുടെ ജനനായകൻ എന്തായാലും തിയേറ്ററിലേക്ക് എത്താതെ കാരണം അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇലക്ഷന് ശേഷം മാത്രമേ സിനിമ റിലീസ് ആവത്തുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു സിനിമയിൽ ജനനായകനെ എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ അതൊക്കെയാണ്. പിന്നെ രാഷ്ട്രീയം പറയാം, ഇതൊക്കെ പറയും. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് താല്പര്യമുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ അത് കാണാം. പിന്നെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായവുള്ളവരാണെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തും. അത് അങ്ങനെയും ഒരു സിനിമ പോകുന്നില്ല. എന്നാൽ ഇതൊക്കെ പോകുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ പോകുന്നുണ്ട്. അത് പ്രേക്ഷകൻ എന്ന രീതിയിൽ അത് നല്ല രീതിയിലൊരു തിരക്കഥ അവർ ആ ഒരു കാര്യത്തിൽ പൊളിറ്റിക്സ് പറയുന്ന കാര്യത്തിൽ അവർ നല്ല രീതിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരാളെ നമുക്ക് മോശമായി കാണിക്കുകയും പിന്നീട് നല്ലതായി കാണിക്കുകയും അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയിൽ അത് നോർമലായിട്ടൊരു സാധാരണ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ.